ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. ഒരു ഭൂപടത്തിൽ നമ്മളൊരു സ്ഥലം തൊട്ട് കാണിക്കുവാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യവും വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അച്ഛന് സാധിക്കുമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് വായിക്കും, ഒരുപാട് യാത്രാവിവരണ ചാനലുകൾ കാണും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു രാജ്യം കൊണ്ട് കാണിക്കണമെന്ന് എനിക്കൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എവിടെ പോകാനാണ് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛന് ലോകം മുഴുവൻ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലോകം മൊത്തം നടക്കില്ല, ഒരു രാജ്യം പറയാമോ, എന്നാലും അച്ഛൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു വിയറ്റ്നാം കാണണം എന്നാണ് അച്ഛനുള്ള ആഗ്രഹം. വേറൊന്നും കൊണ്ടല്ല, അമേരിക്ക എന്ന സാമ്രാജ്യത്തെ രാജ്യത്തിനെതിരെ ശക്തമായി ഫൈറ്റ് ചെയ്ത് വിജയിച്ച ഒരു കുഞ്ഞു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് വിയറ്റ്നാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണണം എന്ന് പറഞ്ഞപ്പം അന്ന് മുതൽ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഓരോ ട്രാവൽ ഏജൻറ്റിനോട് ചോദിക്കും, ഈ വിയറ്റ്നാമിലേക്ക് പോകാനുള്ള ചാർജ് എത്രയാണ്, എത്രത്തോളം വരും എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഞാൻ വിചാരിച്ചു 1-2 വർഷത്തിനുള്ളിൽ അച്ഛനെ കൊണ്ടുപോകാമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ യാദൃശ്ചികമായിട്ട് അച്ഛൻ മരണപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരിലുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചത്. അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ നാട്ടിലോട്ട് വരുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു വാട്സപ്പിൽ. വളരെ നല്ല രീതിയിൽ വിയറ്റ്നാമിലേക്ക് ഉള്ള പാക്കേജ് ചെയ്ത് തരാം, വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണെന്നാണ് അവർ പറഞ്ഞത്. അത് ആ മരിച്ച ദിവസം തന്നെയാണ് എനിക്ക് ആ മെസ്സേജ് കിട്ടിയത്. അതെനിക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കിയൊരു കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 1-2 വർഷം മുന്നേ ഞാൻ ഇത് ആലോചിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അച്ഛനെ വിടാൻ പറ്റുമായിരുന്നു. അത് മരിച്ച ശേഷം ഞാൻ ഇതിൽ ചിന്തിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും, നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടാവാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൊണ്ടാവാം, മക്കളെ കൊണ്ടാവാം, ഭാര്യയെ കൊണ്ടാവാം, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാത്തു നിൽക്കരുത്, എത്രയും പെട്ടെന്ന് പോവാം. നമ്മളൊന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു വഴി നമുക്ക് തന്നെ തുറന്നു വരും. അപ്പം ഞാനിപ്പോൾ ഉള്ളത് മലേഷ്യയിലാണ്. മലേഷ്യയിലേക്ക് നിങ്ങൾ ആരെങ്കിലും വരാൻ താല്പര്യപ്പെടുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ വളരെ ചിലവ് ചുരുങ്ങി എങ്ങനെ വരാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.